അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ ദുറൂസ് പാഠം 1-ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. പുസ്തകം കയ്യിൽ പിടിക്കുക. ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തദ്രീബാത്ത് അല്ല, പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അല്ലാഹു തആല സർവലോക സൃഷ്ടാവും രക്ഷിതാവുമാണ്. ആര്? അള്ളാഹു. നാം ആരെയാണ് ആദരിക്കേണ്ടത്? അള്ളാഹുവിനെ. ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് എന്താണ്? അള്ളാഹു. അള്ളാഹു എന്നാണ് നമ്മൾ ആദ്യമായി കേൾക്കേണ്ടത്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്താണ്? ലല്ലല്ലാ. നമ്മുടെ ഓരോ ചലനവും എന്തിനു വേണ്ടി ഉള്ളതാവണം? നമ്മുടെ ഓരോ ചലനവും അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളത് ആവണം. ഈമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോഴാണ്? അള്ളാഹു നമ്മെ എപ്പോഴും കാണപ്പെടുന്ന ബോധം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത്. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത്. എപ്പോഴാണ് ഒരാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുക? ഉറക്കം, ഉണർച്ച, അനക്കം, അടക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുക. എപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് തോന്നുക? എന്തൊക്കെ കാര്യങ്ങളിൽ ഉണ്ടായതിന്റെ മാധുര്യം അനുഭവിച്ചത്? ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സലാസു മൻ കുന്ന ഫീഹി വഹദ ഹലവാതു അൽ ഈമാനു അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ വ അൻ യുഹിബ്ബുൽ മർഹ ലാ യുഹിബ്ബുഹു ഇല്ലല്ലാഹ് വ അൻ യക്റഹു അൻ യഹ്ദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്സഫ ഫിന്നാർ. നമുക്കിതിന്റെ അർത്ഥം നോക്കാം. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. 1. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. 2. അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കുക. 3. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര കൊന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നത് വെറുക്കുക. നമുക്ക് ഇനി ഓരോന്നും നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസു മൻ കുന്ന ഫീ വഹദ ഹലവാത്തുൽ ഈമാനി. നബി പറയുന്നു, 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. വഅൻ യുഹിബ്ബുൽ മർഹു ലാ യുഹിബ്ബു ഇല്ലല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. വഅൻ യക്റഹു അൻ യഹൂദ ഫിൽ കുഫരി കമാ യക്റഹു അൻ യുഖ്സഫ ഫിന്നാർ. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നത്. അള്ളാഹുവിന്റെ വിശേഷങ്ങളിൽപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക്. ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണവൻ. അള്ളാഹു വിശേഷണങ്ങളിൽ ഒന്നും സൃഷ്ടികളിൽ ആദ്യം ഉള്ളവയാണ്. അള്ളാഹു എല്ലാറ്റിനും ഒരുവനാണ്. അള്ളാഹു വിശേഷണങ്ങൾ പോലെയുള്ള ഒന്നും സൃഷ്ടികളിൽ ഇല്ല. അള്ളാഹു കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കേൾക്കുകയും ചെയ്യും. കേൾവിയും കാഴ്ചയും ഒരവയവം മാത്രമല്ല, പരിധിയുമില്ല. അള്ളാഹു സർവശക്തനും സർവജ്ഞനുമാണ്. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് സർവ സൃഷ്ടികളും. ഒരു സൃഷ്ടിക്കും അള്ളാഹു കഴിവ് നൽകാതെ ഒന്നും ചെയ്യാനോ വിചാരിക്കാനോ പോലും കഴിയുകയില്ല. തീക്ക് കരിക്കാൻ, കത്തിക്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിന് ദാനം, മഴയ്ക്ക് വിത്തുകൾ മുളപ്പിക്കാനും സ്വയം കഴിയുന്നതല്ല. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷങ്ങളിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ പഠിക്കുക.
തീക്ക് കരിക്കാനും കത്തിക്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിന് ദാഹം മാറ്റാനും മഴയ്ക്ക് വിത്തുകൾ മുളപ്പിക്കാനും സ്വയം കഴിയുന്നതല്ല. ഇത് ചിലപ്പോൾ വിട്ട ഭാഗം പൂയിപ്പിക്കാനായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. പാഠം 1 ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉള്ളത്. അപ്പൊ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ഇടുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, മോശം എന്ന് പറഞ്ഞാല് എന്താണ് മെച്ചപ്പെടുത്താനുള്ളത് എന്നുള്ളതും കമന്റ്. ഇനി വേറെ ഏതെങ്കിലും പുസ്തകത്തിന്റെ വീഡിയോ വേണമെങ്കിൽ അതും പറയാം. അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.